നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ത്യയിൽ ആണിനും പെണ്ണിനും രണ്ട് നിയമങ്ങളാണ്. ഞാൻ പണ്ട് പറഞ്ഞ പോലെ ഇവിടുത്തെ നിയമം പൊളിച്ചടക്കേണ്ട സമയം അതിക്രമിച്ചു കഴിഞ്ഞു. ഒരു പെൺകുട്ടി ഒരു മീഡിയയിൽ വന്നിട്ട് പറയുകയാണ്, എന്നെ പീഡിപ്പിച്ചു, ഈ ഒരു മനുഷ്യൻ എന്നെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞാൽ ആ മനുഷ്യൻ്റെ പേരും ഫോട്ടോയും അടക്കം മീഡിയക്കാരത് പബ്ലിഷ് ചെയ്യും. ഉദാഹരണത്തിന് നിവിൻ പോളിക്കെതിരെ വന്ന കള്ളക്കേസ് തന്നെ. നിവിൻ പോളിക്കെതിരെ വന്ന കള്ളക്കേസിൽ നിവിൻ പോളിയുടെ പേരും ഫോട്ടോയും എല്ലാം മീഡിയക്കാർ പബ്ലിഷ് ചെയ്തു. നിവിൻ പോളി പത്രസമ്മേളനം നടത്തി അത് ഫേക്കാണെന്ന് പറയുന്നത് വരെ. എന്നാൽ അത് ഫേക്കാണെന്ന് മനസ്സിലായപ്പോൾ ആ കള്ളക്കേസ് പറഞ്ഞ ആളുടെ പേരോ ഫോട്ടോയോ പബ്ലിഷ് ചെയ്യാൻ ഇവിടുത്തെ മീഡിയക്കാർക്ക് ധൈര്യമില്ലാതെ പോയി. ഇപ്പോൾ ദീപകിൻ്റെ കാര്യത്തിൽ അത് തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത്. ഏതോ ഒരു പെണ്ണിന് വന്നിട്ട് പറയുന്നു അദ്ദേഹം അപമര്യാദയായിട്ട് പെരുമാറിയെന്ന്. ഒരു ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ ഒരു തട്ടുകയും മുട്ടുകയും ഒക്കെ ഒരു തിരക്കുള്ള ബസ്സിൽ അത് സ്വാഭാവികമായിട്ടുള്ളൊരു സംഭവമാണ്. അതിനെ ഇത്രയും വലിയൊരു സംഭവമാക്കി തട്ടിപ്പിച്ച് അത് വീഡിയോ എടുത്ത് കള്ളത്തരം കാണിച്ച ആ പെൺകുട്ടിയുടെ ചെപ്പ നോക്കി ഒന്ന് പൊട്ടിക്കാൻ ഇവിടുത്തെ ആണുങ്ങൾക്ക് ധൈര്യമില്ലാതെ പോയി. എനിക്ക് ഏറ്റവും വിഷമമായ സംഭവം ഏഷ്യാനെറ്റ് ന്യൂസിൽ സംഭവിച്ചതാണ്. കേരളത്തിലെ ആദ്യത്തെ സ്വകാര്യ ചാനലായ ഏഷ്യാനെറ്റ്, ഏറ്റവും കൂടുതൽ ആൾക്കാർ കാണുന്നു എന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന ഏഷ്യാനെറ്റ്, ആ പെൺകുട്ടിയുടെ പേരോ അല്ലെങ്കിൽ ആ പെൺകുട്ടിയുടെ രൂപമോ ആ പെൺകുട്ടിയെ ബ്ലർ ചെയ്തിട്ടാണ് ഏഷ്യാനെറ്റ് കാണിച്ചത്. അത് ഇത്രയും തെണ്ടിത്തരം ചെയ്ത ആ പെണ്ണിൻ്റെ മുഖം കാണിക്കാൻ എന്തിനാണ് ഏഷ്യാനെറ്റ് ഇങ്ങനെ ഭയക്കുന്നത്? ഇത്രയും നേരമായിട്ട് അവർ അറസ്റ്റ് ചെയ്യാൻ പോലീസുകാർ എന്താണ് ഇങ്ങനെ വിറയ്ക്കുന്നത്? പെണ്ണിനെ തൊട്ട് കഴിഞ്ഞാൽ ഇവിടെ എന്താ ഭൂമി ഇടിഞ്ഞു പൊളിഞ്ഞു വീഴുമോ? എന്തുകൊണ്ടാണ് അറസ്റ്റ് ചെയ്യാത്തത്? നേരെ മറിച്ച് ആ പെണ്ണ് പറയുകയാണ് എന്നെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞാൽ വിത്തിൻ സെക്കൻഡ്സ് പോലീസ് പോയി അറസ്റ്റ് ചെയ്യില്ലേ? അതാണ് ഈ നാട്ടിലെ പ്രശ്നം. പെൺകുട്ടിക്ക് എന്ത് ഫേക്ക് ആയിട്ടുള്ള സംഭവം പറഞ്ഞ് ആണിനെ നശിപ്പിക്കാൻ സാധിക്കുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ കേരളത്തിൽ സംഭവിക്കുന്നത്. ഒരു പെൺകുട്ടി വന്നിട്ട് പറയാണ് എന്നെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞാൽ അത് സത്യമാണോ എന്ന് അന്വേഷിക്കുന്നതിന് മുമ്പ് ഫസ്റ്റ് അറസ്റ്റാണ്. അപ്പോഴേക്കും മീഡിയയിൽ പേര് വന്നു, ഈ ഒരു മനുഷ്യൻ, പേരും ഫോട്ടോയും അടക്കം. പക്ഷെ എന്തുകൊണ്ടാണ് ഇവിടെ പെൺകുട്ടി തെറ്റ് ചെയ്യുമ്പോൾ ഫോട്ടോ കാണിക്കാത്തതും പേര് കാണിക്കാത്തതും? ജനങ്ങളുടെ മാനം കളയുന്നത് പോലെ എന്തുകൊണ്ട് പെൺകുട്ടികളുടെ പേര് പബ്ലിഷ് ചെയ്യുന്നില്ല? ദീപക് മരിച്ചില്ലായിരുന്നുവെങ്കിൽ എല്ലാവരും കൂടി ദീപക്കിനെ കൊല്ലണ രീതിയിലാക്കുമായിരുന്നു. അപമര്യാദ ദീപക്കിനെ കളിയാക്കി അദ്ദേഹത്തെ ഒരു വിധമാക്കുകയും പോലീസ് വന്ന് അറസ്റ്റ് ചെയ്യുകയും ചെയ്തേനെ. പക്ഷേ ഇപ്പോൾ ദീപക് മരിച്ചത് കൊണ്ട് മാത്രമാണ് അദ്ദേഹം തെറ്റുകാരനല്ല എന്നും ഈ പെൺകുട്ടിക്കെതിരെ എല്ലാവരും തിരിഞ്ഞതും. നേരെ മറിച്ച് ദീപക് മരിച്ചില്ലെങ്കിൽ ഈ പെൺകുട്ടിക്ക് സപ്പോർട്ടായിട്ട് 10,000 പേരുണ്ടാകുമായിരുന്നു. അതാണ് ഇവിടെ പെണ്ണുങ്ങൾക്കാണ് പ്രാധാന്യം കൂടുതൽ. അത് മാറേണ്ട സമയം അതിക്രമിച്ചു കഴിഞ്ഞു. അവളെ അറസ്റ്റ് ചെയ്യണം. അവളുടെ ചെപ്പ നോക്കി പൊട്ടിക്കാനായിട്ട് ഇവിടെ ആണുങ്ങളില്ലാത്തതിൻ്റെ പ്രശ്നമാണ് ഇവിടെ നടക്കുന്നത്. കഷ്ടം.